തൃശൂർ കുന്നംകുളത്ത് ഓട്ടോറിക്ഷ കിണറ്റിലേക്ക് മറിഞ്ഞൊരു അപകടമുണ്ടായി. 4 വയസ്സുകാരി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അയൽവാസി കിണറ്റിലിറങ്ങി കുട്ടിയെ സുരക്ഷിതമായി പുറത്തെടുത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷാബാസ് അഹമ്മദ് വിവരങ്ങളുമായി ചേരുകയാണ്. ഷാബാസ്, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? വലിയ സന്നാഹമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇതൊരു ആഴമേറിയ കിണറാണ്. എന്താണ് വിവരങ്ങൾ? മാധു, ഇന്ന് 3 മണിയോടെയാണ് കുന്നംകുളത്ത് കുട്ടിയും ഓട്ടോറിക്ഷയും അടക്കം ഈ വീട്ടുവളപ്പിലെ കിണറ്റിലേക്ക് മറിയുന്നത്. കുട്ടിയുടെ മുത്തശ്ശനാണ് ഈ ഓട്ടോറിക്ഷ ഇവിടെ കൊണ്ട് നിർത്തി പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോഴാണ് ഈ 4 വയസ്സുകാരിയായ കുട്ടിയും ഈ ഓട്ടോറിക്ഷയിൽ കളിക്കാനായി കയറുന്നത്. ഈ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ഇലക്ട്രിക് ഓട്ടോറിക്ഷ തനിയെ സ്റ്റാർട്ടാവുകയായിരുന്നു. കുട്ടിയും ഈ ചാവി പിടിച്ച് തിരിച്ചപ്പോൾ അത് സ്റ്റാർട്ടാവുകയായിരുന്നു. ഇലക്ട്രിക് ഓട്ടോറിക്ഷ ആയതിനാൽ വലിയ ശബ്ദമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുത്തശ്ശന്റെ ശ്രദ്ധയിലും അത് പെട്ടില്ല. പിന്നീട് ഈ കുട്ടി ആക്സിലേറ്റർ കൊടുത്തപ്പോഴാണ് ഈ ഓട്ടോറിക്ഷ മുൻപിലുണ്ടായിരുന്ന കിണറ്റിലേക്ക് അതിന്റെ ചുറ്റുമതിലടക്കം തകർത്തുകൊണ്ട് വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ഓട്ടോറിക്ഷ അതിനിടയിൽ തങ്ങി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടി അധികം ആഴത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. വലിയ ആഴമുള്ള കിണർ തന്നെയായിരുന്നു. പക്ഷേ അതിനിടയിൽ ഈ ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരും അയൽവാസികളും ഒക്കെയാണ് ഈ കുട്ടിയെ പുറത്തെടുത്തത്. ഈ കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വലിയ പരിക്കില്ല എന്ന് തന്നെയാണ് വലിയ ആശ്വാസമായിട്ടുള്ളത്. എന്തായാലും വലിയ അശ്രദ്ധ കാരണമാണ് ഇത്തരത്തിൽ കുട്ടിയും ഓട്ടോറിക്ഷയും ഈ കിണറ്റിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും കുട്ടിക്ക് വലിയ പരിക്കില്ല എന്നത് വലിയ ആശ്വാസമുള്ള കാര്യമാണ്. ഒപ്പം തന്നെ ഈ ഓട്ടോറിക്ഷ പുറത്തെടുക്കാനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മാധു, ഷാബാസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ആ ഓട്ടോ കിണറിൽ കിടക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും വലിയ അത്ഭുതമാണ്. 4 വയസ്സുകാരി പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടിരിക്കുന്നു. ആശുപത്രിയിലാക്കിയിട്ടുണ്ട് കുട്ടിയെ.